നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ, കോയമ്പത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വിദേശ യാത്രകളും അതിൻ്റെ ഗുണങ്ങളും അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഗുണങ്ങളും എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് കൈവരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് കിടക്കാം. അദ്ദേഹം 2014 മുതലാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. 2014 മുതൽ ഈ 2025 കാലഘട്ടം 2025 വരേക്കും അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇത് 3ാം തവണയാണ്. 2014 മുതൽ 2025 വരെ അദ്ദേഹം 78 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ലോകത്ത് 78 രാജ്യങ്ങൾ സന്ദർശിക്കുകയും 92 പ്രാവശ്യമാണ് ഈ 78 രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തിയ. മിക്ക രാജ്യങ്ങളിലേക്ക് ഒന്നിലധികം തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മെയിനായിട്ടും USA, UK, ചൈന, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും, അങ്ങനെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളും ഇങ്ങനെ കണക്കെടുത്താൽ 78 രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൽ 92 പ്രാവശ്യമാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പല ചാനലുകാരും, പല ന്യൂസ് ചാനലുകാരും പറയുന്നത് മോദി ഇങ്ങനെ ചുമ്മാ യാത്ര ചെയ്തുകൊണ്ട് നടപ്പാ പരിപാടി, അല്ലാതെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന കാര്യമൊന്നുമല്ല. പിന്നെ രാഹുൽ ഗാന്ധിയാണ് ഇത് മോസ്റ്റ്ലി അതായത് ഇന്ത്യ കൂട്ടായ്മയാണ് മെയിനായിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് വേറെ അങ്ങനെ വലിയ കുറ്റം പറയാനില്ല. അപ്പോൾ അവർ മെയിനായിട്ടും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകളെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ ഗുണങ്ങളാണ് ഇതിൽ നിന്നുണ്ടായതെന്ന്. ഫസ്റ്റ് വന്നിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതാണ് മെയിനായിട്ടും ഈ യാത്രകൾ കൊണ്ട് നമുക്ക് നേടിയെടുത്ത ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതലുകളും. അതായത് ഈ ജപ്പാൻ, UAE, USA, യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നിറയെ ഹൈ പ്രൊഫൈൽ കമ്പനികളിൽ നിന്ന് നിറയെ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് എക്സ്പാൻഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ, അതായത് ഇന്ത്യയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്കത് വിൽക്കാൻ വിദേശ മാർക്കറ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളും അതും തുറന്ന് കിട്ടാൻ വേണ്ടി ഈ യാത്രകൾ കൊണ്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പുഷ്, അതായത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് അറിയണമെങ്കിൽ അത് നമ്മളതിനെ മാർക്കറ്റ് ചെയ്യണം. ആ പ്രോഡക്റ്റുകളെ നമ്മൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യണം മറ്റുള്ള രാജ്യങ്ങളിലേക്ക്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്ത് നമ്മളതിനെ അവരുടെ രാജ്യത്ത് അതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനർജി സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്യൂരിറ്റി, പിന്നെ ഡിഫൻസ് ഡീലുകൾ, കൗണ്ടർ ടെററിസം, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ അധികമായിട്ട് പിന്നോട്ടടിച്ചിരുന്ന ഒരു വലിയൊരു കാര്യമാണ് ക്രോസ് ബോർഡർ ടെററിസം. അതായത് നമ്മുടെ അയൽപക്ക രാജ്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ മെയിൻ കാരണം പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അതായത് ഈ കൗണ്ടർ ടെററിസമാണ്, ക്രോസ് ബോർഡർ ടെററിസം തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെ വളരെയധികം സാമ്പത്തികമായിട്ട് പുറകോട്ടടിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ സെക്യൂരിറ്റി ലെവലിലാണ് നമ്മൾ കൂടുതലായിട്ട് പൈസ മുടക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ സെക്യൂരിറ്റിയിൽ അധികമായിട്ട് പൈസ മുടക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. കാരണം അവിടെ നിന്ന് വരുന്ന നിരവധി തീവ്രവാദ ആക്രമണങ്ങൾക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പൈസ അധികമായിട്ട് ചിലവാക്കേണ്ടി വന്നിരുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഡിഫൻസിന് വേണ്ടി നമ്മൾ അധികമായിട്ട് പണം ചിലവാക്കേണ്ട ഒരു സിറ്റുവേഷൻ കാരണമേ അത് തന്നെയായിരുന്നു, ക്രോസ് ബോർഡർ ടെററിസമായിരുന്നു. അതിനെ തടയിടാൻ നമുക്ക് സാധിച്ചു. കാരണം നമുക്ക് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിയേക്കാൾ നല്ല, അതായത് US-ൻ്റെ ആണെങ്കിലും UK-യുടെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസി ആണെങ്കിലും റഷ്യയുടെ ആണെങ്കിലും നമ്മളെക്കാളും വളരെ അധികം മുൻപിൽ നിൽക്കുന്നത് തന്നെയാണ്. അവരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവരുമായിട്ടൊരു കരാറുണ്ടാക്കാൻ ഈ യാത്രകൾ വഴി സാധിച്ചു എന്നുള്ളതാണ്. കാരണം നമുക്കെപ്പോഴും ക്രോസ് ബോർഡർ ടെററിസം എപ്പോഴും ഒരു തലവേദന തന്നെയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 2014 ശേഷം വളരെയധികം കുറഞ്ഞു. അതിന് നമുക്ക് ഇവർ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു സഹകരണം ആവശ്യമായിരുന്നു. അതിന് വളരെയധികം അദ്ദേഹത്തിൻ്റെ യാത്രകൾ സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെ ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വളർത്താൻ വളരെയധികം സഹായിച്ചു. കാരണം ഇന്ത്യയെ ഒരു ബ്രാൻഡായിട്ട് വളർത്താൻ വേണ്ടിയാണ് അത് ഈ യാത്രകളെല്ലാം ചെയ്തത്. അതെല്ലാം വളരെയധികം വിജയകരമായിട്ട് നടന്നു എന്നുള്ളതാണ്. ഗ്ലോബൽ പൊസിഷനിങ് ആണെങ്കിലും, ബാലൻസിങ് പവേഴ്സ്, ഇന്ത്യയുടെ ബാലൻസിങ് പവേഴ്സ് ആണെങ്കിലും, നെയ്ബർഹുഡ് ഡിപ്ലോമസി ആണെങ്കിലും എല്ലാം വളരെയധികം ശക്തമായ നിലയിലേക്കാണ് അദ്ദേഹം എത്തിച്ചത് 2014 ശേഷം അദ്ദേഹത്തിൻ്റെ യാത്രകൾ കൊണ്ട്. പിന്നെ ഇന്ത്യൻ ഡയസ്പോറയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അത് വളരെയധികം വളർന്നു. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്ത് പോയാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇന്ത്യക്കാരില്ലാത്ത രാജ്യങ്ങൾ കുറവാണ്. ഇന്ത്യക്കാരില്ലാത്ത രാജ്യങ്ങളില്ല എന്നുള്ളതാണ്. സോ അവരുമൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളർന്നെന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ മെയിൻ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെയധികം ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ നമ്പേഴ്സ് ആണെങ്കിലും, അതായത് അമേരിക്ക ആണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യക്കാരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നേക്കാം. എന്ന് പറഞ്ഞ പോലെ ഇവരെയെല്ലാം ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് ഈ രാജ്യങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യുകയും അവിടെയെല്ലാം റാലികൾ സംഘടിപ്പിക്കുകയും അതുവഴി നമ്മുടെ ഇന്ത്യക്കാരുടെ ശക്തി കണ്ട് ആ റാലികളുടെ നമ്പേഴ്സിൻ്റെ, അതായത് ആ റാലിയിൽ പങ്കെടുത്ത ആൾക്കാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആ ശക്തി കണ്ട് പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ നടന്ന റാലിയിൽ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, മോദി ഈസ് ദ ബോസ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ്. അന്ന് ഭയങ്കര ഫേമസ് ആയൊരു സെൻറ്റൻസ് ആയിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ആണ് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് ആണ് കാണിച്ചത്, അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ. സോ അത് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് വളരെയധികം കണക്ട് ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മുടെ രാജ്യത്തുനിന്ന് വിട്ടുപോയവരാണ് അവിടെ പൗരത്വം സ്വീകരിച്ച് അവിടെ താമസിക്കുന്നവരാണെങ്കിലും അവരെ ഇന്നും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നെന്നുള്ള വലിയൊരു തെളിവാണത്. പിന്നെ ടെക്നോളജി ആണെങ്കിലും, എഡ്യൂക്കേഷൻ ആണെങ്കിലും, ക്ലൈമറ്റ് കോഓപ്പറേഷൻ ആണെങ്കിലും എല്ലാം വളർന്നു എന്നുള്ളതാണ്. ടെക്നോളജി ലെവലിൽ, അതായത് നമുക്കറിയാം 2014 ശേഷം, അതായത് നമ്മൾ നോട്ട് നിരോധനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു. ആ ഡിജിറ്റലൈസേഷൻ വളരെയധികം ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് വളർത്തിയെടുക്കാൻ അതായത് ടെക്നോളജിക്കലായിട്ട് നമുക്ക് വളരെയധികം ടൈപ്പുകൾ ആവശ്യമായിരുന്നു. സിലിക്കൺ വാലിയിൽ നിന്നാണെങ്കിലും, ഗൂഗിളിൽ നിന്നാണെങ്കിലും, മൈക്രോസോഫ്റ്റിൽ നിന്നാണെങ്കിലും അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നിറയെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടിയിരുന്നു. അതെല്ലാം ഈ കാലയളവിൽ തന്നെയാണ് നടത്തിയെടുത്തത്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സ്കോളർഷിപ്പുകളും പാർട്ണർഷിപ്പുകളും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചുകളും എല്ലാം നമുക്ക് ഈ യാത്ര കൊണ്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ക്ലൈമറ്റ് ലീഡർഷിപ്പ്, അത് വളരെയധികം ഒരു ഇത് തന്നെയാണ്. അതും ഈ യാത്രകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ നേടിയെടുത്തത്. പിന്നെ വരുന്നത് സോഫ്റ്റ് പവർ ആൻഡ് ഇമേജ് ബിൽഡിങ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജ് വളർത്തിയെടുക്കാൻ വളരെയധികം സഹായിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ കൊണ്ട് വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നാന്ന് BBC-യും അല്ല CNN പറഞ്ഞിട്ടല്ല മറ്റു രാജ്യങ്ങൾ അറിയേണ്ടത്. അതിന് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോയി തന്നെ പറയണം. അതുതന്നെയാണ് നമ്മുടെ നേട്ടവും. കാരണം BBC പറഞ്ഞാൽ BBC എന്നാ കാണിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ചതുപ്പുകളും നമ്മുടെ രാജ്യത്തെ തെരുവോരങ്ങളും കോളനികളും ഇതൊക്കെയാണ് BBC പ്രധാനമായിട്ടും അവരുടെ ചാനലുകളിൽ ഇന്ത്യയെക്കുറിച്ച് കാണിക്കുന്നത്. അതല്ല നമുക്കാവശ്യം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വളർച്ചകളും അതിന് നേട്ടങ്ങളും, നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും എക്കണോമിക്കലാണെങ്കിലും എല്ലാം നമുക്ക് ഇതറിയണമെങ്കിൽ BBC പോലുള്ള ചാനലുകളെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അത് തന്നെയാണ് ഒരു പ്രധാന കാരണം. നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ യാത്രകൾ കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ. സോ ആസ് പെർ ദ ഡേറ്റ, അതായത് കണക്കുകൾ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ കൊണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്രകൾ കൊണ്ട് ഈ 78 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് $500 ബില്യൺ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം
ഇതൊരു അതായത് 2014 മുൻപ് UPA അതായത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന 10 വർഷ സമയത്ത് നേടിയെടുത്ത FDIയേക്കാളും 68% അധിക FDI ആണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത്. അതൊരു വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനിയും BJP തന്നെ തുറന്നു ഭരിക്കണം, എന്നാലേ ഈ രാജ്യം രക്ഷപ്പെടത്തുള്ളൂ. രാജ്യം രക്ഷപ്പെട്ടു കഴിഞ്ഞു, എന്നാലും നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും ഏറ്റവും ഇന്ന് ലോകത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന സാമ്പത്തിക ശക്തിയായിട്ട് വളരണമെങ്കിൽ അതിന് ഈ സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളതാണ്. കാരണം അത് നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിനെല്ലാം നിരവധി കാരണങ്ങളുണ്ട്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വേണ്ടത് എന്നതാണ്, നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യം വളരണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, അതായത് നമ്മൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി വളരണം, ജീവിത രീതി മെച്ചപ്പെടണം. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണ് നമുക്ക് നല്ല ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കുക, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം നമുക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.